ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലിസ്റ്റിൻ സ്റ്റീഫൻ പരാമർശിച്ച മലയാള സിനിമയിലെ ആ പ്രമുഖ നടൻ നിവിൻ പോളി ആണെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ വന്നെത്തിയിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് തെളിവുകളാണ് ഇപ്പം മീഡിയ അടക്കം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു തെളിവെന്ന് പറയുന്നത്, ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന നിവിൻ പോളിയും ഈ പറയുന്ന ലിസ്റ്റിൻ സ്റ്റീഫനും അല്ലെങ്കിൽ അവർ പുതുതായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള അരുൺ വർമ്മയും കഴിഞ്ഞ ദിവസം മുതൽ ഈ പറയുന്ന നിവിൻ പോളിയെ അൺഫോളോ ചെയ്തു. ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു വിവാദ പരാമർശം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട നിവിൻ പോളിയെ അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ഒരു സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ അൺഫോളോ ചെയ്യുമ്പം എന്തോ ഒരു കാര്യം അതിനിടയിൽ ഉണ്ടെന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ഷൂട്ടിങ്ങിന് പിന്നാലെ നിവിൻ പോളി അതിൽ അഭിനയിക്കാതെ അവിടുന്ന് മാറി നിൽക്കുന്നു. മറ്റൊരു സിനിമാ സെറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു സിനിമയെ ബന്ധപ്പെട്ട് അവിടെ പോകുന്നു എന്ന തരത്തിലേക്കൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ വരികയൊക്കെ ചെയ്യുന്നു. ഇതുവരെ പ്രകോപിതരാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലേക്കാണ് വാർത്തകൾ പോകുന്നത്. പക്ഷെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ആ വാർത്ത സത്യമാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളിക്ക് കയ്യടി കൊടുക്കേണ്ട 100% കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അതായത് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ സിനിമാ സെറ്റിൽ ഏതോ ഒരു വ്യക്തി കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും അയാളെ പുറത്താക്കിയാൽ മാത്രമേ നിവിൻ പോളി ആ സിനിമയിൽ അഭിനയിക്കുള്ളൂ, തുടരുള്ളൂ എന്നൊരു കാര്യം വരികയും ചെയ്തു. പക്ഷെ അയാളെ പുറത്താക്കില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയോ അവിടെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായി. അതിനെ തുടർന്നാണ് അദ്ദേഹം ആ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആരുടെ കൂടെ നിൽക്കേണ്ടതാണ്? നമ്മൾ നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ തന്നെ നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് അദ്ദേഹം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സിനിമയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഏറ്റവും അവസാനമായി ഇത്തരത്തിലൊരു പരാമർശം നടക്കുന്ന സമയത്ത്, അതും ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ആ സെറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു പരാമർശം എങ്ങും തൊട്ടും തൊടാതെയും പറയുന്ന പരാമർശം നടത്തുന്ന സമയത്ത് അത് ഈ പറയുന്ന ഒരുപാട് മലയാള സിനിമയിലെ നടന്മാരെ അപമാനിക്കുന്ന തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കാര്യം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന എൻ്റെ കൂടെ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിരിക്കുന്നു, അദ്ദേഹം ഇനിയും ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവും എന്ന തരത്തിലേക്ക് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് നടനാണ്, അത് ഏത് സാഹചര്യത്തിലാണെന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം കൂടി വേണം. അതല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സ്വകാര്യമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ടും കുറേ ആൾക്കാർ ഇത് ഷൂട്ട് ചെയ്തെടുക്കുന്നു, അതിനുശേഷം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കുന്നു, എല്ലാ തരത്തിലേക്കും എത്തുന്നു. ഇത് വലിയൊരു വിവാദമായി മാറുമെന്ന് ഈ പറയുന്ന സിനിമയിലെ ഇത്രയും വലിയൊരു മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാതെ പോകുന്ന സാഹചര്യമൊന്നുമില്ല. അദ്ദേഹം ഊഹിച്ചതും അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ചതും ഇതൊക്കെ തന്നെയാണെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ നിന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ട് എത്തരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമെന്ന് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത് കുറച്ച് മണിക്കൂർ മുമ്പ് ഞാൻ FB ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് വന്നൊരു കാര്യമുണ്ട്. ഒരു അഡ്വക്കേറ്റ്, അതായത് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ലിസ്റ്റിൻ സ്റ്റീഫനുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൂടി ഞാൻ ഇതിലേക്ക് വയ്ക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പേപ്പർ അടക്കം വെച്ചേക്കാം. അപ്പം ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ കോഴിക്കോടുള്ള ഒരു പ്രധാനപ്പെട്ട സിനിമ തിയേറ്റർ അത്തരത്തിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു പരാതിയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദളിത് യുവതി, ആ പെൺകുട്ടിക്ക് അവിടെ ഉണ്ടായിരുന്ന മാനേജർ നിരന്തരമായി വിവാഹ വാഗ്ദാനം നൽകി നിരന്തരമായി പീഡിപ്പിച്ച് ഗർഭിണിയാവുകയും അതിനുശേഷം ഇത് ആ പെൺകുട്ടി അവിടെയുള്ള ആൾക്കാരോട് പരാതി പറഞ്ഞ സമയത്ത്, ജനറൽ മാനേജറിനോടടക്കം പരാതി പറഞ്ഞ സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് ആ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുകയും ഈ ഒരു കാര്യം കൃത്യമായിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ സഹായിയായിട്ടുള്ള അല്ലെങ്കിൽ മാനേജറായിട്ടുള്ള ഹരീഷ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും യാതൊരു പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ് എന്ന തരത്തിൽ എനിക്ക് യാതൊരു തരത്തിലും ഇതിനെക്കുറിച്ച് ഒരു നീതിയും കിട്ടിയിട്ടില്ല എന്ന് ആ പെൺകുട്ടി ഇദ്ദേഹത്തിനോട് വിളിച്ചു പറയുകയും ഇദ്ദേഹം അതനുസരിച്ച് കോഴിക്കോടുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി ചെയ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SHOയോട് വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇതിൽ അതായത് പ്രതി എന്ന രീതിക്ക് പറയപ്പെടുന്ന വ്യക്തി അദ്ദേഹം ഈ പറയുന്ന ഇടുക്കി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ സെർച്ച് ചെയ്യും, ബാക്കി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അദ്ദേഹം ഒളിവിലാണെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന തരത്തിലേക്ക് അറിയുകയും
ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഇദ്ദേഹം ലിസ്റ്റിൻ സ്റ്റീഫനെ വിളിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കട്ടെ എന്നൊരു മറുപടി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിന് ശേഷമാണ് ഇദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ വിളിച്ചറിഞ്ഞ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ജനറൽ മാനേജറും ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ നീക്കുപോക്കുണ്ടാക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന പരാതിക്കാരനായിട്ടുള്ള വ്യക്തിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി എന്ന രേഖകളടക്കം കാണിക്കുക ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഉന്നയിക്കുന്ന മാന്യമായിട്ടുള്ള ചില ക്വസ്റ്റ്യനുകൾ, അതായത് ഒരു സ്ഥാപനത്തിന്റെ ഉടമ അറിയാതെ അവിടുത്തെ ജോലിക്കാരെ എങ്ങനെ പുറത്താക്കാൻ കഴിയും? കാരണം ഇദ്ദേഹം വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു വിവരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, ലിസ്റ്റിൻ സ്റ്റീഫനോടും സംസാരിച്ചിട്ടുണ്ട്, മറ്റു കുറേ പ്രൊഡ്യൂസേഴ്സിനോടും തനിക്ക് പറ്റിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഒരു തരത്തിലുള്ള പ്രതികരണവും അവരിൽ നിന്ന് ഉണ്ടായില്ല, തനിക്ക് നീതി കിട്ടുന്ന തരത്തിലേക്ക് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ ഈ പറയുന്ന ശ്രീജിത്ത് പെരുമന ഒരു പോസ്റ്റ് അടക്കം ഇട്ടുണ്ട്. അതിനകത്ത് കേസിൻ്റെ അടക്കം കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഈ പറഞ്ഞ മീറ്റു പരാമർശങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് സെലിബ്രിറ്റി മോഡിലെ ആൾക്കാർ വന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ മാത്രം ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കൂടെ നിൽക്കേണ്ടതല്ല, സമൂഹമായാലും നിയമമായാലും പ്രമുഖ വ്യക്തികളായാലും ആരൊക്കെ തന്നെ ആയാലും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരയ്ക്കൊപ്പം എന്ന് ഇങ്ങനെ ഈ ഹാഷ്ടാഗ് മാത്രം കൊടുത്തുകൊണ്ട് വിലപിക്കേണ്ട ആൾക്കാരല്ല ഇവരെന്ന് പറയുന്നത്. സ്വന്തം സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു ദളിത് പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന പീഡനം, അതും തൻ്റെ ഈ പറയുന്ന ജോലിക്കാരനായിട്ടുള്ള വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾക്ക്, ഒരു കുഞ്ഞിനെ ഗർഭചിത്രം നടത്തുക എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതൊരു ജീവനാണ്, അതൊരു കൊലപാതകത്തിൻ്റെ ഗണത്തിലേക്ക് തന്നെ കൂട്ടാവുന്ന ഒരു കാര്യമാണ്, ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കുന്ന അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു കാര്യം ഇതിന് പിന്നിൽ നടക്കുന്ന സമയത്ത് ഇതുകൂടി ഈ പറയുന്ന, കാരണം ലിസ്റ്റിൻ സ്റ്റീഫനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇത്രയും വലിയ നീതിയുടെയും ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന രീതിക്കൊക്കെ പരാമർശിക്കപ്പെടുന്ന സമയത്ത് ഈ ഒരു കാര്യം കണ്ട സമയത്ത് ഇതുകൂടി എനിക്ക് പരാമർശിക്കണമെന്ന് തോന്നി. കാരണം ഒരു അഡ്വക്കേറ്റ്, ഒരു വക്കീലെടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെറുതെ ചുമ്മാതെ ഇടുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പം തെറ്റാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതല്ല ഈ പറയുന്ന അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം പറയേണ്ട ഒരു ഉടമസ്ഥത അല്ലെങ്കിൽ ഒരു കാര്യം ഉത്തരവാദിത്തം ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ട്. കാരണം സ്വന്തം സ്ഥാപനത്തിൽ നടന്ന ഇത്തരത്തിലൊരു അനീതി, ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമുണ്ട്, തൊഴിലിടത്തിൽ നടക്കുന്ന ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ഏറ്റവും കുറ്റകൃത്യമാണ്, വലിയ രീതിയിൽ കണക്കാക്കേണ്ട. അപ്പം അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരാൾ ഇത്തരത്തിലുള്ള നീതിയെ പറ്റി മറ്റൊരു നടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം കാര്യങ്ങൾ ബിസിനസ് തന്ത്രത്തിന് വേണ്ടി മാത്രം ഉന്നയിച്ച് വലുതാകാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ പുച്ഛം മാത്രമാണ് ഉണ്ടാവുന്നത്, ഈ ശരിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നീതി പുലർത്തേണ്ട ഉത്തരവാദിത്വം ഇവർക്കൊക്കെ ഒരുപോലെ ഉള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇനി നിവിൻ പോളി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ മുന്നോട്ട് ആ ഒരു പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നതാണ് ഇതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ.